You can kill the lights, you can draw the blinds. My heart shackled down, bound to your bed. Can you stay a while, keep me by your side? Fill my scattered heart, fix me, I said. We could lay here underneath the river. If you stay, if you stay, we could sleep here underneath the river. If you stay, if you stay, we could go home. We could go home, down below, low, low. Nobody knows where we will go, down below, low, low. Can we stay inside, lay here by the fire? Please don't let me go, say it ain't so. Leave me in the night with no warning sign. Are we burning out mirrors and smoke? We could lay here underneath the river. If you stay, if you stay, we could sleep here underneath the river. If you stay, if you stay, we could go home. We could go home, down below, low, low. Nobody knows where we will go, down below, low, low. We could lay here underneath the river. If you stay, if you stay, we could sleep here underneath the river. If you stay, if you stay, we could go home. We could go home, down below, low, low. Nobody knows where we will go, down below, low, low. You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now, you have my desire. Ellame needane ആരാധ്യ. അറിയുവാൻ വൈകി ഞാൻ പതിയൊഴുകുന്നതായി ഉയിരരുവി പോലൊരാൾ എന്നും എന്നരികെ. അറിയാതെ മനസാകെ തൂ മധുര പ്രണയം തൂവി തൂവി കണ്ണിമയോരം താരകൾ മിന്നുന്നേ. ഇരുൾ മൂടിയുറങ്ങും ചെമ്പനി നീരെ പുൽകിയുണർത്തും വെൺമതി നീയെ. ആരാധ്യ ആരാധ്യ, തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ. ആരാധ്യ ആരാധ്യ, നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ. ഗരി ഗപ മഗരി സരി രി സരി ദപ ദസ ഗരി ഗപ മഗരി സരി രി സരി ദസ ദസ രി രി സ സരി രി സ ദസ രി രി സ ദപ ഗപ ദപ ദസ ദസ രി രി സരി വാ മഗരി സ ദപ ഗരി ഗപ ദപ സ രി സ ഗരി ബ ഗരി ബ ഗരി സ ദപ ഗരി രി ഗപ ബ ഗരി ഗ ദപ രി ഗ സ സ ദപ ഗരി സ രി ഗപ ദസ.
അംശമില്ലാ സ്വർഗവാസിയാം ദൈവം നന്ദനാം പരമേശ്വരനായ യേശുവിനെ സ്തുതി മനമേ യേശുവിനെ സ്തുതി ത്രിലോക സൃഷ്ടാനര ദൈവികൾക്കൊരു നവലോകമുണ്ടാക്കും യേശുവിനെ സ്തുതി മനമേ യേശുവിനെ സുമശ്രേതലെ വളർന്നു യെരൂശലേം മരിച്ചു ശ്രേയസ്സോടു ധരിച്ച യേശുവിനെ സ്തുതി മനമേ യേശുവിനെ സ്തുതി സകലവും സാധിച്ചിടാനും മോഹിച്ചു രക്ഷ സമ്പാദിച്ചിടാനും യേശുവിനെ സ്തുതി മനമേ യേശുവിനെ ബോധമാവാനും യേശുവിനെ സ്തുതി മനമേ യേശുവിനെ സ്തുതി യേശുവിനെ സ്തുതി മനമേ യേശുവിനെ സ്തുതി. എൻ്റെ ഭാര്യ ഫലപ്രദമായ എൻ്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ യഹോവ ഭക്തനായ പുരുഷൻ നിന്നെ അനുഗ്രഹിക്കപ്പെട്ടു. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൻ്റെ അമ്മയെ കാണും. എൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിൻ്റെ സമാധാനം പിതാവിനും പുത്രനും കർത്താവേ, കുടുംബജീവിതത്തിനായുള്ള ആലോചനകളിലും പകർന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം പ്രാർത്ഥിക്കുകയും നിശ്ചയിക്കപ്പെടുകയും ചെയ്തതിന് പ്രകാരം ഇന്ന് കർത്താവെ വിശുദ്ധാലയത്തിൽ വെച്ച് കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങുകയും ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവകൃപ മകനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കൃപയിൽ അവിടുന്ന് വഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന അഖിലേക്കായി പ്രാർത്ഥിക്കുന്നു. മകളെയും ദൈവം അനുഗ്രഹിക്കണമേ, കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. നാളെയത്തിൽ നടക്കേണ്ട ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഉടമ്പടി ചെയ്തോ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിന്റെ മക്കളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകന്റെ പിതാവിനായി മാതാവിനായി സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവരായി ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹങ്ങളോടുകൂടെ കർത്താവെ ആശീർവാദത്തോടെ ഈ ഭവനത്തിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഇരിക്കണം. കർത്താവെ, വാഹനങ്ങളെ അങ്ങ് നിയന്ത്രിച്ചുകൊള്ളണമേ. വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ യാത്രകളും കൂടെ ഇരിക്കണമേ. നമ്മുടെ മേലും യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവമേ അവിടുത്തെ സംരക്ഷണം നൽകി അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ പങ്കുചേരുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും നിന്റെ മക്കളിലൂടെ ദൈവം ഒരുക്കുന്ന നന്മകളെ കണ്ട് അവിടുത്തെ മഹത്വീകരിക്കുന്നതിനും എല്ലാവരെയും സഹായിക്കണമേ. സർവ്വവും തിരുകാര്യത്തിൽ ഏൽപ്പിക്കുന്നു. അവിടെ ദൂതന്മാരുടെ ഭാവം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ പുകഴ്ചയും യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവ് പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ കൃപയും
അനുഗ്രഹവും വാഴും നമ്മോട് വിശേഷം വാഴത്തിനായോടും യാത്രയിലാണ് എല്ലാ പൂവായിരം കണ്ടു പൂന്തേനിതൾ തൊട്ടു നാം രണ്ടു ശലഭങ്ങളാ ചിമ്മുവാൻ ചൊല്ലി നീ തന്നു കൈനീട്ടവും കണ്ണിമയോരം താരകൾ മിന്നുന്നേ ഇരുൾ മൂടിയുറങ്ങും ചെമ്പനി നീരെ പുൽകിയുണർത്തും വെൺമതി നീയെ ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീ ഇല്ലാതിന്നില്ലൻ ജന്മം അഭിഷേകമായി നീ നിറയേണമേ എന്നെന്നും സ്നേഹത്തിൽ വാണിടുവാൻ ഈശോ നീ വാഴുന്നു എൻ ഹൃദയത്തിൽ കാരുണ്യം തൂകുന്നു എൻ ആത്മാവിൽ അഭിഷേകമായി നീ നിറയേണമേ എന്നെന്നും സ്നേഹത്തിൽ വാണിടുവാൻ ഹല്ലേലൂയ പാടിടുന്നേ പാവനനാമം നാഥാ നിൻ തിരുസന്നിധി പരിശുദ്ധ വിവാഹ ശുശ്രൂഷ ആരംഭിക്കാം. കുറിയാക്കോട് ബിജിൻ ദാസും CSI രാവൂർ സഭയിലെ അഖിലയും തമ്മിലുള്ള പരിശുദ്ധ വിവാഹ ശുശ്രൂഷയാണ് ആലയത്തിൽ വെച്ച് നടക്കുന്നത്. ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളുള്ളത്. ഏകദേശം 45 മിനിറ്റ്
വാദ ശുശ്രൂഷയ്ക്കായി നമ്മൾ ഉപയോഗിക്കും. പ്രാർത്ഥനയോടുകൂടി എല്ലാവരും പങ്കുചേരുക. പ്രാർത്ഥനകളെല്ലാവരും പുറത്ത് ഇവിടെ വേദിയിലായിരിക്കുന്ന എല്ലാ വൈദികരും യും വിജിദാസിൻ്റെയും മാതാപിതാക്കളായി സഭയിലെ പ്രിയമക്കളായി പ്രിയപ്പെട്ടവര് അതുപോലെ തന്നെ എല്ലാവരെയും ആർദ്രവുമായി അതിലൂടെ ോടുകൂടി ഭക്തിയോടുകൂടി ഈ പരിശുദ്ധ വിവാഹ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ വിവാഹ ശുശ്രൂഷ ആരംഭിക്കാം. സഭയുടെ ബിഷപ്പ് കമ്മീഷണറി ആയിരിക്കുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബന്ധുമിത്രാദികളായി ക്ഷണം സ്വീകരിച്ച് ഈ വിവാഹ ശുശ്രൂഷയ്ക്കായി സന്നിഹിതരായിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളുടെ മേലും അങ്ങയുടെ അനുഗ്രഹത്തെ പകരണമേ. ഈ ശുശ്രൂഷ പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ഇവിടെ കടന്നു വന്നവർക്കും ഏറെ സന്തോഷത്തിന് കാരണമായി തീരുവാനും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. സാഹചര്യങ്ങളെ വളരെ പ്രത്യേകിച്ച് കാലാവസ്ഥ എല്ലാം അനുഗ്രഹിച്ച് പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ആലയത്തിൽ കൂട്ടിച്ചേർത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവമേ, ഈ വിവാഹ ശുശ്രൂഷയുടെ മുഖ്യ കർമ്മിയായിരിക്കുന്ന വന്യച്ഛന്റെ മേലെ അനുഗ്രഹം പകരണമേ. സഭാ ശുശ്രൂഷകരായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപ പകരുകയും ഇവിടെ അർപ്പിക്കുന്ന ശുശ്രൂഷ തിരുനാമത്തിന്റെ പ്രസാദവും പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹമാക്കി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയിൽ ഏദനിൽ ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അനുയോജ്യമായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്ത കർത്താവേ, ഇവർക്കും അനുയോജ്യമായ തുണയെ കർത്താവെ കണ്ടെത്തുവാൻ സ്വർഗം ഇടപെട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം ഈ ആലയത്തിൽ വെച്ച് നൽകുന്ന ഉഭയസമ്മതങ്ങൾ അവരുടെ ജീവിതകാലമൊക്കെയും പാലിച്ചുകൊണ്ട് അനുഗ്രഹീതമായ മാതൃകയുള്ള ക്രിസ്തീയ കുടുംബ ജീവിതം അതിനെ നയിക്കുവാൻ അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തിനായി നിലനിൽക്കുവാൻ ഇവരെ അങ്ങയുടെ കൃപ കൊണ്ട് പ്രാപ്തരാക്കണമെന്നും തുടർന്നുള്ള ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്നും മെശിഹാ മുഖാന്തരം യാചിക്കുന്നു. കേൾക്കണം പരിശുദ്ധ പിതാവേ. ഇത് പരിപാലനമായി കരുതേണ്ടതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനായിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ
വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേട്ടു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് വലിച്ചേരും, ഇരുവരും ഒരു ദേഹമായി. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒന്നത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏത് ഉദ്ദേശങ്ങൾക്കായി വിവാഹം നിയമിക്കപ്പെട്ടു എന്ന് ചിന്തിച്ച് ഗൗരവത്തോടും വിവേകത്തോടും പ്രാർത്ഥനയോടും കൂടെ വിവാഹത്തിൽ പ്രവേശിക്കേണ്ടതാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും പരസ്പരം ഉണ്ടാകേണ്ട ആയുഷ്കാലം കൊണ്ടായിരിക്കും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ ശ്രദ്ധിക്കപ്പെട്ട പ്രകൃതി സഹജമായ കാര്യങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സാഫല്യം നേടേണ്ടതിന് ദൈവത്തിന്റെ കാഴ്ചയ്ക്കായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിന് ദാമ്പത്യത്തിന്റെ ശ്രേഷ്ഠത പ്രകാരം അംഗീകരിക്കപ്പെട്ട് മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം വിജിദാസ് അഖില എന്നീ ഈ പ്രിയമക്കൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. അതിനാൽ സഭയുടെ വ്യവസ്ഥകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസരണമായി ഇവർ വിവാഹം ചെയ്തുകൂടാ എന്നതിന് തക്ക കാരണം കാണിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. വിജിദാസ് അഖില, നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അത് ഇപ്പോൾ പറയണമെന്ന് ദൈവം മുമ്പാകെ ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. ഈ സമയം പോയത് അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അങ്ങയുടെ ദിവ്യ വിചാരണയാൽ ഈ ദാസരെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. ഇവർ ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങയുടെ ദൃഷ്ടിയിൽ എന്ന പോലെ പ്രവേശിക്കാനും തങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകൾ സത്യമായി പാലിക്കുവാനും അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിജിദാസ്
അഖില എന്ന ഈ സ്ത്രീയെ നീ നിന്റെ ഭാര്യയായി കൈക്കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവളെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭർത്താവായിരിക്കുമോ? ദൈവസഹായത്താൽ അഖില, വിജിൻദാസ് എന്ന ഈ പുരുഷനെ നീ നിന്റെ ഭർത്താവായി കൈക്കൊണ്ട് അവനോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവനെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭാര്യയായിരിക്കുമോ? ദൈവസഹായത്താൽ നിങ്ങളെ ഇന്ന് മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സേവിക്കുവാനും രക്ഷിക്കാനും പരിപാലിക്കുവാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. അഖില ആകുന്ന ഞാൻ വിജിൻദാസ് ആകുന്ന നിങ്ങളെ ഇന്ന് മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കാനും പരിപാലിക്കുവാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളും ആകുന്നു. മോതിരത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും അനുഗ്രഹത്തിനായി നമുക്ക് നിമിഷം തലവണക്കാൻ പ്രാർത്ഥിക്കാം. കണ്ണുകളുടെ കഥാവേ, ഈ താലിയെയും ഈ മുദ്രങ്ങളെയും പുറത്തുമാറ്റണം. വിവാഹം കൊടുക്കുന്ന അങ്ങനെ മകനും ധരിക്കുന്ന അങ്ങനെ മകനും അന്യോന്യം വിശ്വസ്തതയിൽ വസിക്കുന്നതിനും അവരുടെ ജീവകാലമൊക്കെയും അറ്റുപോകാത്ത സ്നേഹത്തിൽ നിലനിൽക്കുന്നതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ അനുഗ്രഹമാകുന്നു. ആമേൻ. ഓടി റെക്കോർഡ് ചെയ്യണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായ ഈ മോതിരവും ഈ താലിയും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഏകലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. അഖില എന്ന നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായ ഈ മോതിരവും ഈ താലിയും ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു.
രണ്ടുപേരും ചേർന്ന് നടത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ബിജിൻദാസും അഖിലയും തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിലും ഈ സഭായോഗത്തിൻ്റെ മുമ്പാകെയും പരസ്പരം ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചും ഇവർ ഇപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും ഒരു നാളും ഒരിക്കലും വേർതിരിക്കരുത്. ഉഭയ സമ്മതങ്ങളും ഉടമ്പടികളും സ്വീകരിച്ച് പറഞ്ഞുകൊണ്ട് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയ മക്കൾ ജിൻദാസ് അഖില എന്നീ പ്രിയ മക്കളുടെ പേരിൽ ദൈവകൃപ ധാരാളം പകരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ ഇവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതം സർവശക്തനായ കർത്താവ് മനുഷ്യർക്ക് നൽകുന്ന ഒരു ജീവിത അവസ്ഥയാണല്ലോ. അതേറ്റവും മേന്മയുള്ളതും അനുഗ്രഹപ്രദവും ആണല്ലോ. സർവകൃപാലുവാദിക്കുന്ന പരിശുദ്ധ കർത്താവിൽ ആശയമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയമക്കളായി ഒരു ജീവിതങ്ങളും പ്രവർത്തികളും ദൈവത്തിൻ്റെ പ്രസാദകരമായി ജീവിച്ച് കർത്താവിനുള്ള അനുഗ്രഹങ്ങൾ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നന്മകളൊക്കെ പ്രാപിച്ച് സമൂഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള മാതൃകയുള്ള ദൈവരാജ്യ മൂല്യമുള്ള കുടുംബമായി ജീവിക്കാൻ വേണ്ടി കർത്താവ് തുണ നൽകണമേ എന്ന് നമ്മൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സംഘത്തിലെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥന നൽകുന്നു. ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അഖില എന്ന് ഈ ദാസനെ അങ്ങനെ അനുഗ്രഹമായിരിക്കണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളും നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങൾ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവിന്റെ കണ്ണുകൊണ്ട് കൃപയോടെ നിങ്ങൾ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമാറട്ടെ. ഈ പരലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളുടെ സകല കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. 13-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം നടക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, പൂർണ്ണമായി വരുമ്പോഴോ അംശമായത് നീങ്ങുമ്പോഴോ. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനെന്നത് രചിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ട പോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ വചനങ്ങൾ നവദമ്പതിമാരുടെ ജീവിതത്തിന് സ്നേഹിതരായി ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാ പ്രിയമുള്ളവരും ധാരാളം
ഒരുക്കങ്ങൾ ഈ വിഭാഗത്തിന് വേണ്ടി വന്നു. കുടുംബ ബഹുമാനമുള്ള ആലോചനകൾ ഒരുക്കങ്ങൾ നടത്തുമ്പോഴും ഇവരുടെ ദൈവത്തിന്റെ ക്രിസ്തീയ വിഭാഗങ്ങൾ ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ മുമ്പാകെ ആലയത്തിൽ വെച്ച് വിശുദ്ധീകരിക്കുന്നതും ആകും. ഏറ്റവും ശ്രദ്ധേയമായ പദം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് വിശുദ്ധീകരിക്കുക? 2-3 ആശയം. പ്യൂരിഫൈ. ഈ പ്യൂരിഫൈ എന്ന് പറയുന്നത് പ്യൂരിറ്റി എന്ന പദത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും വളരെ പ്രാധാന്യത്തോടെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിശുദ്ധ നദി എന്ന് പറയുന്നതിൽ നിന്ന് ജലമെടുത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട വേപ്പിലേക്ക് മുക്കി കളിച്ച് വിശുദ്ധീകരിക്കുന്നു. അതുപോലെ പലസ്തീനിലും വിശുദ്ധ നദിയായി കണ്ടിരുന്ന യോർദാൻ നദി അതിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറയുന്നത് ഉൾപ്പെടെ മനുഷ്യനെ വിശുദ്ധീകരിക്കുക പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ നോക്കും, വിവാഹത്തിന് ഒരുങ്ങുന്ന കുടുംബങ്ങൾ സ്വർണ്ണമായിരിക്കും. ഏത് കടയിൽ ചെന്നാലും ഒരേ ക്വാളിറ്റിയുള്ള സ്വർണ്ണമേ അവർക്ക് ലഭ്യമാകുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 916 അല്ലെങ്കിൽ 14 കാരറ്റ് 18 കാരറ്റ് 21 കാരറ്റ് ഒന്നും പറയാൻ പറ്റില്ല. അഖിലേന്ത്യാ തലത്തിൽ ഒരൊറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. അതവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത്ര ഗ്രേഡ് അതിന് പ്യൂരിഫൈ ചെയ്ത് നൽകുന്നു. വിശുദ്ധീകരിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആലയത്തിനകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഇതിനെ വിശുദ്ധീകരിക്കുന്നു. ഇവരുടെ ആരാധന നടക്കുന്ന ഈ ആൾട്ടർ, ഇവിടുത്തെ ഈ സംവിധാനമാണ് ഏറ്റവും അതിപരിശുദ്ധ സ്ഥലം. ഹോളീസ് ഓഫ് ഹോളി എന്ന് പറയുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് ഇവിടെ ഇരുന്നാണ് ഇതിന്റെ വിശുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നത്. വിശുദ്ധീകരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വിവാഹത്തിന്റെ ശ്രേഷ്ഠ അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് വിശുദ്ധീകരിക്കുക. നമ്മുടെ പല പിള്ളേരും കുട്ടികളൊക്കെ 15 വയസ്സ് നോക്കിയിരിക്കും. ഇവിടെ ഇറങ്ങിയപ്പോൾ വീട്ടുകാരൊക്കെ വളരെ ബുദ്ധിയും അവർക്ക് അതിന്റെ പ്രയാസം, അതിന്റെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ നഷ്ടം അവർ മനസ്സിലാക്കുന്നില്ല. ഈ വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോഴുള്ള ആ നന്മകളെ കുറിച്ച് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. രണ്ടാമത് സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് ജീവിക്കുമെന്നുള്ള രഹസ്യ പ്രഖ്യാപനം. അനേക ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് രഹസ്യമായിട്ടല്ല ചോദിച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അവിടെ മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർ, ഇവിടെ ഇരിക്കുന്ന അവരുടെ കൂട്ടുകാർ, മറ്റുള്ള പ്രിയപ്പെട്ടവർ മുമ്പാകെ വിളിച്ച് ചോദിക്കുക. ചോദിച്ചപ്പോൾ അവർ കുറച്ച് തന്നെ പറഞ്ഞു. അതൊക്കെ പറയണത് പുരോഹിതൻ നമ്മുടെ കുറച്ച് പറയും. ഇത് ഞാൻ ഇന്ത്യയിലുള്ള സപ്പോർട്ടിൽ പോയി 10-ാം സഭയുടെ കല്യാണം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവസാനം അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ നേരെ രീതിയിലെല്ലാം നടത്തിയിട്ടുണ്ട്. ദൈവാശ്രയത്തോടെ ദൈവകൃപയോടെ പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ ഞങ്ങൾ വന്ന് നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രയാസങ്ങളുണ്ടായാലും ഞങ്ങൾ ഉത്തരവാദിത്തം. അത് പറഞ്ഞ് കൈകഴുകുന്നതല്ല, തുടർന്ന് ഫോളോ പ്രാർത്ഥനകളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാവരെയും കേൾപ്പിക്കുക. അതുപോലെ ഈ ചുവരുകൾ, ഈ ആകാശത്തിലെല്ലാം ദൈവത്തിന് മുമ്പാകെ സാക്ഷി പറയുക. അവര് രഹസ്യ പ്രഖ്യാപനം, സ്നേഹത്തിൽ ഐക്യത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മൾ വായിച്ച് കേട്ടെടുത്ത് കാണുന്നത് പോലെ love is patient, love is kind. It does not envy, it does not boast, it does not proud. Proud എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അഹങ്കാരം. Proud goes before fall. വീഴ്ചയുടെ അഹങ്കാരം പോകും. അഹങ്കാരമില്ല, പിന്നെ അത് ചീർക്കുന്നില്ല, അല്ലാതെ ചേർക്കുന്നില്ല. പരസ്പരമുള്ള തിന്മ ആഗ്രഹിക്കില്ല. envy അത് ശരിക്കുള്ള അത് സ്നേഹം, അത് വളരെ ദയവുള്ളതാണ്, കൈൻഡാണ്, ക്ഷമിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ധാരണയിൽ ഒരു ഒത്തുതീർപ്പം പരസ്പരം അവർ ഈ ഒരു ധാരണയിൽ അവര് ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും.
എന്താണ് ഈ വിവാഹം? വിവാഹം ഇതിന്റെ എല്ലാം ആകത്തുകയായിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച സോഷ്യൽ സയന്റിസ്റ്റ് വളരെ പ്രമുഖനായ തോമസ് ലാഗർ എന്ന് പറയുന്നത് marriage is an amazing relationship in which the couple says to each other ഒരു amazing ഒരു വലിയ ആശ്ചര്യമുളവാക്കുന്ന അമേസിംഗ് ആയിട്ടുള്ള ആശ്ചര്യമുളവാക്കുന്ന ബന്ധമാണ് ഈ വിവാഹം. അത് ഈ കപ്പിൾ പരസ്പരം രണ്ടുപേരും പരസ്പരം പറഞ്ഞിരിക്കുന്നത് എന്താണ്? This is who I am. ഇതാ ഞാൻ ഇവിടെ. Please accept me and love me for the rest of my life. ഇതുവരെ വയസ്സുണ്ട് ചിലപ്പോൾ കൂടുതൽ കുറവായിരിക്കും. എഴുതിയപ്പോഴും മറന്നുപോയി. എന്തായാലും അവർ ഇതുവരെ അവരുടെ സ്വന്തം വീടുകളിൽ ജീവിച്ചു, നല്ല സ്നേഹം അനുഭവിച്ചു. അവരെ കുറിച്ച് എന്ത് സ്നേഹം അനുഭവിച്ചെന്ന് അവരുടെ അയൽക്കാരുടെ കുഞ്ഞുങ്ങളെല്ലാം മാതാപിതാക്കളെടുത്ത് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞിലെ അവർ സ്നേഹം അനുഭവിച്ചത് അത് മനസ്സിലായി. ജനിച്ച മുതൽ എടുത്ത് കൈ താലോചിക്കുകയും ചുംബിക്കുകയും ആൺകുഞ്ഞാണെന്ന് അറിയുമ്പോഴൊരു ചുംബനം പ്രത്യേക ചുംബനം കൊടുക്കുകയും പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാലും കുഴപ്പമില്ലാതെ വളരെ സന്തോഷമായി ചുംബിക്കുകയും ആലോചിക്കുകയും കൊച്ചിക്കുകയും അമ്മിഞ്ഞം പാൽ കൊടുക്കുകയും അവരുടെ ഭക്ഷണമില്ലെങ്കിൽ അവർ കൊടുക്കുന്നത് ഇതൊക്കെ അതെല്ലാം അവർ കണ്ട് കുഞ്ഞുനാൾ മുതൽ ആ സ്നേഹത്തെ അവർ മനസ്സിലാക്കി. എന്നിട്ട് വളർന്നപ്പോൾ കെയർ ലഭിച്ച കെയർ, മാതാപിതാക്കൾ നൽകിയ കെയർ, ഇതെല്ലാം അനുഭവിച്ചിട്ട് അവർ വിവാഹത്തിന്റെ ഈ ദിവസം പറയുന്നത് എന്താണ്? ഞാനിതാ പ്ലീസ് അക്സെപ്റ്റ് മീ, എന്നെ അംഗീകരിക്കുക, ആൻഡ് ലവ് മീ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇനിയുള്ള ദിവസം നമ്മളിപ്പോൾ വിവാഹം കഴിച്ചു, ഇനിയുള്ള ദിവസം എന്നെ സ്നേഹിക്കുക. അപ്പൊ ഇത്രയും ദിവസം കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം അല്ല, ഒരല്പം വ്യത്യാസമുള്ള സ്നേഹം. അപ്പൊ ഇതുവരെ അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, സഹോദരന്റെ സ്നേഹം, ചിറ്റപ്പന്റെ, പിന്നെ അമ്മയുടെ, ചിറ്റിയുടെ, അവരുടെ ഇവരുടെ എല്ലാ സ്നേഹം സ്നേഹം. പക്ഷെ ഇനിയുള്ള സ്നേഹത്തിന് ഒരല്പം വ്യത്യാസമാണ്. എന്റെ ജീവിതത്തിന്റെ ബാക്കി പത്രം ഇനിയുള്ളത് നിനക്ക് വേണ്ടി. അതിനെ നീ എന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇതിനൊരു ഇംഗ്ലീഷ് പിക്ചറാണ് നിങ്ങൾ കണ്ടുകയാണ്. ഒരു ഈ വിവാഹ യൂണിഫോം ഉടുപ്പ് അണിഞ്ഞിട്ട് ഒക്കെ ഞാൻ കയ്യിൽ പിടിച്ച് തലയിലൊക്കെ നടിയിലൊക്കെ വെച്ചിട്ട് പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നു. പുരുഷനാണ് വിവാഹ ഡ്രസ്സോടുകൂടെ ഇടതുകാലം മുന്നിൽ മുട്ട് താഴെ വെച്ച് വലതുകാലം പിന്നിലോട്ടാക്കി ഒരു കൈ മുന്നിൽ ഒരു വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് നടത്തുന്നത് നമ്മുടെ വിവാഹ ക്ഷണപത്രത്തിലേക്ക് കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പുരുഷൻ എന്തിനാണ് ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത്? ഇഷ്ടംപോലെ കുട്ടികളില്ലേ, അതല്ല അവരുടെ ഡേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു ചിത്രത്തിന്റെ ഇതിന്റെ പിൻബലത്തിലാണ് അത് പറയുകയാണ്, ദിസ് ഈസ് ഹു ഐ ആം. ഞാനിവിടെ ഉണ്ട്, ഞാനാണ് ആ വ്യക്തി. ഇനി എന്നെ നീ അംഗീകരിക്കണം. ലവ് മീ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. തോമസ് ലാഗർ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇനിയുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അനുഭവിച്ച സ്നേഹത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യത്യസ്തമാണ്. ഈ സ്നേഹം കണ്ട് അനേകം കസ്തുണ്ടാകും. ഇങ്ങനെ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും അക്സരം ചെയ്യുന്നു. ഇന്നലെ വരെ എൻ്റെ സാരിയുടെ കുടുംബത്തെ ചുറ്റി നടന്നവനാണ്, അല്ലെങ്കിൽ അപ്പ എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് നടന്നതാണ്. റോഡപ്പുറത്ത് ക്രോസ് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലാണ് പിടിച്ചത്. ഇന്ന് നമുക്ക് എൻ്റെ കയ്യിലെ പിടിയെല്ലാം തട്ടി പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് പിടിച്ചിരിക്കുന്നു, അവളെൻ്റെ മോൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, എൻ്റെ സഹോദരൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്പനെയും അമ്മയും വിട്ട് അതിനെ ലോകത്തെ മുഴുവൻ സിംഗലൈസസ്, അപ്പനെയും അമ്മയും
എന്നെ വിട്ട് ആരെയോട് എത്തിച്ചേരും ഇരുവരും ഒരു പേരായി. ഈ ഒരു സ്നേഹത്തിന്റെ ഈ ശ്രേഷ്ഠ ഭാവം വളരെ ഉത്തുംഗമായ കവിദർശനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധമായ സ്നേഹത്തെ പരസ്പരം ബന്ധിക്കപ്പെട്ടായിരുന്നു. ദൈവം ഏറ്റവും നല്ലതിനെ അങ്ങോട്ട് മുന്നോട്ട് നൽകിയിരിക്കുന്നത് ഏകാന്തത മാറ്റി, നല്ല തിന്മയെ മാറ്റി, നല്ലതെല്ലാം നൽകി ഏറ്റവും ശ്രേഷ്ഠമായി ഈ വിശുദ്ധാലയത്തിൽ വെച്ച് വിശുദ്ധീകരിച്ച് നിങ്ങളെ ലോകത്തേക്ക് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യവും ശ്രേഷ്ഠവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ സഭയുടെ ഒരു മുതലുണ്ടാണ് അകലേക്ക് പോകുന്ന സഭയിലും എല്ലാ സംഘടനകളിലും പ്രവർത്തിക്കുന്നതിനും ഉള്ള അവസരങ്ങൾ ദൈവം നൽകട്ടെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് അവർ ആരംഭിച്ചിരിക്കുന്ന കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാഹുൽ സഭയിലെ ചർച്ച കമ്മിറ്റിയുടെ പേരിലും സഭയുടെ എല്ലാ കുടുംബങ്ങളുടെ പേരിലുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചിരുന്നു. അതോടൊപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന് പാരിതോഷികം വാങ്ങുന്നതിന് വേണ്ടി രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ സാന്നിധ്യം കൊണ്ട് ഈ ദമ്പതികളെ അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്ന ഇരു കുടുംബങ്ങളുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, മറ്റു പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹിതയായ ശ്രീമതി അഖില രാവും ഇടവകയിലെ സാധാരണ വാർഡിലെ കുടുംബാംഗമാണ്. വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. മാത്രമല്ല എല്ലാ സംഘടനകളിലും കാഴ്ചവെച്ചിരുന്നു. തുടർന്ന് പോകുന്ന ഉയർപ്പൊടി സഭയിലും കുടുംബമായി ദൈവനാമ വേല ചെയ്യുവാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി ചേർക്കപ്പെട്ട ഇവർക്ക് കുടുംബജീവിതത്തിന് ആവശ്യമായ ആത്മീയവും ഭൗതികമായ നന്മകൾ സർവശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം സാരപത്ത് വാർഡിലെ ഒരു സ്നേഹോപകാരം സ്വീകരിക്കുന്നതിന് ഇരുവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ടു. വിവിധ ഡിസ്ട്രിക്ട് ഇടവകയിലെ അധ്യക്ഷന്മാരെ, സഭാ ശുശ്രൂഷകരെ, ഇന്ന് വിവാഹിതരായ ദമ്പതികളെ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, വിവാഹ വിശുദ്ധാവസ്ഥയിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയ നവദമ്പതികൾക്ക് രാവൂർ ഇടവകയിലെ സൺഡേ സ്കൂളിലെ എല്ലാവിധ ആശംസകളും നേർന്നു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ശ്രീമതി അഖില രാവൂർ ഇടവകയിലെ വളരെ സജീവമായ ഒരു കുടുംബത്തിലെ അംഗമാണ്. അവിടെ നമ്മളെല്ലാം ചെറുപ്പക്കാലം മുതൽ തന്നെ ഈ സഭയിൽ വന്ന് എല്ലാ സംഘടനകളിലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ച് അഖില ഇടവകയിലെ ബാലക സംഘം, സന്ദേശങ്ങളുടെ വലിയ സംഘം, മറ്റെല്ലാ സംഘടനകളിലും വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമുക്ക് കേട്ടതുപോലെ തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളുള്ള ശ്രീമതി അഖില ഈ പ്രവർത്തന ഇടവകയിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉയർന്ന ഇടവകയിൽ പുതിയ കുടുംബം കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. കുടുംബമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ആലയത്തിലുള്ള പങ്കാളികളാൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സർവേശ്വരനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ജീവിതത്തിന് പരസ്പര സ്നേഹവും വിശ്വസ്തയും ഉണ്ടായാൽ അതെല്ലാ ഗുണങ്ങളും വന്നു ചെയ്യും. അപ്രകാരം തങ്ങളുടെ ജീവിതം ഏറ്റവും ഭംഗിപ്പെടുത്തുന്നതിന്, ദൈവത്തെ ആശ്രയിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിന്, തങ്ങളുടെ ജീവിതത്തിലെ ഭാവി തലമുറകൾ ഉണ്ടാകുന്നതിന് സർവേശ്വരൻ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും രാവുലവകയിലെ സൺഡേ സ്കൂൾ കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും ഭാവത്തോടൊപ്പം ഞങ്ങളുടെ വലിയ ഉപകാരം സമർപ്പിക്കുന്നു. അസ്വീകരിക്കുന്നതിന് ഇതുവരെ സ്നേഹവും ക്ഷണിക്കുകയും ചെയ്തു. ഏറ്റവും സ്നേഹവുമായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, ഇന്ന് വിവാഹിതരായ ദമ്പതികളെ, അവരുടെ മാതാപിതാക്കൾ, ഇതന്നെ സാക്ഷ്യം വഹിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹിതയായ ശ്രീമതി അഖില രാവൂർ CSC സഭയിലെ യുവജന സംഘടനയുടെ ഒരു സജീവ പ്രവർത്തനയാണ്. അതുകൂടാതെ തന്നെ യുവജന സംഘടന കീഴിൽ വരുന്ന വാർഡ് സെക്രട്ടറിയും കൺവീനറായി നാളുകളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ യുവജന സംഘടനയുടെ എല്ലാ മത്സരങ്ങളിലും എല്ലാ പ്രോഗ്രാമുകളിലും വളരെ ക്രമീകൃതമായി
നല്ല നേതൃത്വത്തോടുകൂടി നാളുകൾ പ്രതിഷേധിക്കുകയാണ്. നമ്മുടെ സംഘടനയ്ക്ക് എല്ലാ മത്സരങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും നല്ല പോയിന്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. അഖിലേന്ത്യാ സഭയിൽ നിന്ന് പോകുന്നത് നമ്മുടെ എല്ലാ സംഘടനയ്ക്ക് ഒരു കഷ്ടമാണ്. എങ്കിൽ കൂടി അത് മറ്റൊരു സഭയ്ക്ക് മുതൽക്കൂടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അവർ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ വിവാഹ ജീവിതം പ്രയാസങ്ങളും പ്രതിസന്ധികളും മധ്യേ കടന്നു പോകാതെ പാർലമെന്റ് അടിസ്ഥാനമായ ഒരു ഭവനമാക്കി ഏറ്റവും ഉറപ്പോടുകൂടി ജീവിക്കുവാൻ സദനം സഹായിക്കുന്നതിന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒപ്പം ലാവൂർ CSI സഭയുടെ യുവജന സംഘടനയുടെ ഒരു ചെറിയ സ്നേഹോപകാരം സ്ഥിരത്തിനായി രണ്ടുപേരെയും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തിരുന്നു. ഈ പോകുന്ന സഭയിലും ഇതിന് ഉപരിയായിട്ട് പ്രവർത്തിക്കുവാൻ സജീവമായി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാലോത്സവത്തിന്റെ ദൈവമുള്ള ഒരു സ്നേഹോപകാരം ബഹുമാനപ്പെട്ട സഭാ ശുശ്രൂഷകൻ നേടുവാൻ ഞാൻ രണ്ടുപേരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഡിസ്ട്രിക്ട് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അവർ ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കുറിയാക്കോട് സഭയുടെ അധ്യക്ഷനും കുറിയാക്കോട് ഡിസ്ട്രിക്ട് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനമുള്ള അവർ മുഖ്യ അതിഥിയായിരിക്കുന്ന ബഹുമാനമുള്ള ECയിലെ ബിഷപ്പ് കമ്മീസറേറ്റ് വേദിയിലായിരിക്കുന്ന മധ്യവൈദികരെ വിജിൻ ദാസ് അഖില ദമ്പതികളെ രണ്ടുപേരുടെയും മാതാപിതാക്കളെ പ്രിയമുള്ള ബന്ധുക്കളെ സ്നേഹിതരെ, ഇന്ന് ഈ ഇടവയിൽ വെച്ച് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളായിരുന്ന വിജിൻ ദാസും അഖിലയും ഒരു കുടുംബമായി കുറിയാക്കോട് സഭയിലേക്ക് കടന്നു വന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയമുള്ള വിജിൻ ദാസ് കുറിയാക്കോട് സഭയിലെ ഏറ്റവും പുരാതനമായ ഒരു കുടുംബം, അതായത് ക്രിസ്ത്യൻ കോളേജിലെ ജീവനക്കാരൻ ശ്രീ ഭക്തദാസിന്റെയും ശ്രീമതി വിജയമ്മയുടെയും 3 മക്കളിൽ രണ്ടാമത്തെ മകനാണ് ശ്രീ വിജിൻ ദാസ്. മൂത്തയാൾ രാജ്യരക്ഷാ സേവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബസ്ഥനാണ്. രണ്ടാമത്തെ മകനാണ് വിജിൻ ദാസ്. അദ്ദേഹം ബാലൻസരിലൂടെ സംഘ സ്കൂളിലൂടെ വളർന്ന് യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. അതിനുശേഷം നല്ല വിദ്യാഭ്യാസം നൽകി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ നല്ലൊരു ജോലി സമ്പാദിച്ചു. ഒരു കുടുംബസ്ഥാനമാണ് ദൈവം അവസരം നൽകി. മാതൃകാപരമായ ഒരു ജീവിതം കുറിയാക്കോട് സഭയിലും കുടുംബത്തിലും ദേശത്തിലും കാഴ്ചവെച്ച പ്രിയമുള്ള വിജിൻ ദാസ് എന്തുകൊണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള വ്യക്തിത്വ ഉടമയാണെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ആഴ്ചകളിലും കുറിയാക്കോട് ഡിസ്ട്രിക്ട് അധ്യക്ഷൻ, അതായത് നമ്മുടെ സഭയുടെ അധ്യക്ഷനും ഞങ്ങളുടെ അസോസിയേറ്റ് അച്ഛനും ഞാൻ തങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കുറിയാക്കോട് സഭയിൽ നിന്നും അനേക കുടുംബങ്ങൾ പല സഭകളിലേക്ക് TC വാങ്ങിച്ചു പോകാനുള്ള കാരണം അടുത്തടുത്ത് സഭകൾ വരുന്നു, അവർക്ക് TCകൾ കൊടുക്കും. അപ്പൊ ഞങ്ങൾ കുറിയാക്കോട് സഭയിൽ കുടുംബങ്ങൾ കുറഞ്ഞു വന്നതിനുള്ള പ്രിയമുള്ള വിജിൻ ദാസ് അഖില ദമ്പതികളുടെ ഒരു കുടുംബം കൂടെ ആകുമ്പോൾ കുറിയാക്കോട് സഭ വീണ്ടും സന്തോഷിക്കുന്നു. അവരുടെ കുടുംബജീവിതം ഏറെ അനുഗ്രഹമായി തീരട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകപരമായിട്ടുള്ള എല്ലാ നന്മകളും സർവശക്തനായ ദൈവം സഭയുടെയും സഭ കമ്മിറ്റിയുടേതായ പേരുള്ള എല്ലാ നന്മകളും ആശംസകളും അനുഗ്രഹങ്ങളും അർപ്പിച്ചുകൊണ്ട് കുറിയാക്കോട് സഭയുടേതായ ഒരു പാരിതോഷികം നൽകുന്നു. പ്രിയമുള്ള ദമ്പതികൾ ചേർന്ന് വാങ്ങുന്നതായി സ്വീകരിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. തീർച്ചയായും തുടർന്ന് സാക്ഷികൾ മധുവരന്മാരും സാക്ഷികൾക്കൊപ്പമുള്ള ഒരു ശുശ്രൂഷ കൂടെയുണ്ട്. അതിന് മുമ്പ് ഞാനത് പറയുന്ന കാരണം ആശംസകളൊക്കെ ധാരാളം പറഞ്ഞു. അപ്പോൾ നമ്മുടെ
സഭയുടെ ഒരു ആശംസ പറയാതിരിക്കുന്നത് അത്ര ഭൂഷണമല്ല എന്നുള്ളത്. കാരണം ഞാൻ പ്രവേദിയിലായിരിക്കുന്ന ബഹുമാനമുള്ള ശാരോപ്രകാശത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ ജില്ലാസിനെ പങ്കെടുക്കുന്നത് ഇതുപോലെ അച്ചടക്കമുള്ള ദൈവഭയമുള്ള ശുശ്രൂഷയുടെ മാനിക്കുന്ന വലിയ കുറവാണ്. ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സാക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അച്ഛന്മാരിൽ നിന്ന് സഭാശിശുവിൽ നിന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും മാതാപിതാക്കൾ അവർ ദൈവസ്നേഹത്തിലും വ്യക്തികളൊക്കെ അനുസരിച്ച് വളർത്തി വലുതാക്കി. എന്നാലും അപ്പനും മക്കളും തമ്മിലുള്ള നല്ല അത് ഏറ്റവും നല്ല ഒരു അനുഭവമാണ്. ഏറ്റവും തിളക്കമുള്ള ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ അഖിലയെ സംബന്ധിച്ച് മൃദുവാക്കുന്ന ശരിയുള്ള കാര്യമില്ല. വളരെ അച്ചടക്കമുള്ള മാതൃകയുള്ള ദൈവ അദ്ദേഹമുള്ള ബഹുമാനിക്കുവാൻ മനസ്സ് ഇല്ലാത്തൊരു കാലഘട്ടമാണ് വളരെ താല്പര്യത്തോടുകൂടെ വിവാഹത്തിലുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ആരാധനകൾ സജീവമായി പങ്കെടുത്ത് ഞങ്ങളുടെ കുടുംബത്തിലാണ് എന്നുള്ളതിൻ്റെയും നമ്മുടെ സഭയുടെ വിവിധ സംഘടനയ്ക്കും അതുപോലെ സന്ദേശങ്ങൾക്കും ബാലയ സംഘത്തിലും ഇന്നലെ ലീഡറായി പ്രവർത്തിച്ച എനിക്ക് ഓർമ്മ ഒരു കാര്യം ഈ നിങ്ങളൊക്കെ വായിച്ചിരിക്കും ലീഗൽ മോഡിയിലേക്ക് പുസ്തകത്തിൻ്റെ അവസാനത്തെ നാളിൽ അന്ത്യനിമിഷത്തിൽ വളരെ വ്യക്തമായ പ്രത്യാശയോടുകൂടെ ഇരിക്കുന്ന സമയം ലീഗൽ മോഡിയുടെ ഭാര്യ ശ്രീ ഒരുപാട് പ്രതികൂലങ്ങൾ നല്ല കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും സമർത്ഥമായി അനുഭവിക്കുവാനാണ്. ഞങ്ങളുടെ
ചെയ്യണമേ. ഇവരെപ്പോഴും കാത്തുകൊള്ളണമേ. കർത്താവേ, ബലമുള്ള ഗോപുരമായിരിക്കണമേ. ശത്രുക്കളുടെ മുഖത്ത് തന്നെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വെളിയിലെ സന്നിധിയിൽ വരുമാറാകട്ടെ. സർവശക്തനുമായ പിതാവേ, മനുഷ്യവർഗത്തിന് മാത്രം വിശുദ്ധാശ്രയം കൊടുക്കുകയും ഇപ്പോൾ ചേർക്കപ്പെടുന്ന ദാസനായ ജിന്ദാസ് അഖില എന്നിവരുടെ മേൽ അനുഗ്രഹം വരണമേ. തമ്മിൽ തമ്മിൽ ഭാരം ചുമന്നുകൊണ്ട് അനുമോദനം സന്തോഷം പങ്കിട്ടുകൊണ്ട് മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഭൗമിക ഭവനത്തിലെ ജീവിതത്തിൽ പങ്കാളിയായി കർത്താവും രക്ഷിതാവുമായ സിംഹസിംഹായെ അങ്ങയുടെ ദാസരുടെ ഭവനത്തിൽ കർത്താവും രാജാവുമായി വാഴണമേ. അങ്ങ് മനുഷ്യരെ ശുശ്രൂഷിച്ചതുപോലെ ഇവരും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ബലം നൽകണമേ. തങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ മധ്യത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങയുടെ രക്ഷണീയ സ്നേഹത്തെ സാക്ഷിക്കാൻ അങ്ങയുടെ കൃപ നൽകണമേ. അങ്ങയുടെ വിശുദ്ധനാമത്തിൽ പുകഴ്ചയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുമല്ലോ. ആമേൻ. നിത്യനായ ദൈവമേ, കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് അവിടുന്നാകുന്നുവല്ലോ. വിജിന്ദാസിന്റെയും അഖിലയുടെയും അവിടുന്ന് കൃപ പകരണമേ. ഉത്തരവാദിത്തമുള്ള കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സന്താനഭാഗ്യം നൽകി ഇവരെ ആശീർവദിക്കുകയും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ശുശ്രൂഷയിലും ഇവർ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഇന്ന് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച വിവാഹിതരായ എല്ലാവർക്കും അവരോട് വിവാഹത്തിന് പ്രതിജ്ഞ അവിടുത്തെ ഒന്നായി ചേർക്കപ്പെട്ട എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച് സമാധാനത്തിന്റെയും നീതിയുടെയും സാക്ഷികളായിരിക്കാൻ സഹായിക്കണമേ. അങ്ങനെ അവിടുത്തെ ആത്മാവിന്റെ പ്രവർത്തനത്തിന് ഉപകരണങ്ങളായിരിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. മഹാശക്തികളുടെ സംരക്ഷണം കൊണ്ട് ഞങ്ങളുടെയും എന്നെയും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴികളും അങ്ങയുടെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളും നടത്തി ശുദ്ധീകരിച്ച് വഹിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിനോടും അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവങ്ങളോടും കുടുംബജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളോടും ഇന്നും എന്നേക്കും കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. നിന്റെ മുൾപ്പാതയിൽ വീഴുന്നു. എന്റെ കണ്ണീർ കണം തൂവാതെ പോൽ നീ
ആഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനേ, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയെ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം,
മലച്ചെണ്ടിനോരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാറാകും നീതോരോ മോഹമോരോ വർണ്ണം ആരാരോ പാടുവതാതെ നീ ആരാദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം It's a new world out there. It's a new world out there. നന്ദി കൊണ്ടെന്റെ ഉള്ളം സന്നാഗമോടെ സ്തുതി പാടിടുന്നി ദേവ സന്നാഗമോടെ സ്തുതി പാടിടുന്നി ഞങ്ങളുടെ സന്തോഷകരമായ കർത്താവെ പാലിക്കുന്ന കർത്താവെ ദേവേശ്വര കർത്താവെ ഞങ്ങൾക്ക് പോകുവാനും കർത്താവെ ഇത്തരത്തിലുള്ള സന്തോഷം അനുഭവപ്പാൻ കർത്താവ് കർത്താവെ വേണവാന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കർത്താവ് കൂടെ കർത്താവ് സ്തോത്രം ഒരു പഠിക്കുവാനും കർത്താവ് ബുദ്ധി ഞാൻ നൽകി ഒരു വിഭജന മാർഗം നൽകി ഒരു വാഹനയാത്രകളൊക്കെയും കൂടെ കർത്താവ് തക്കതാരത്തിലെ കർത്താവ് മക്കളെയൊക്കെ അനുഗ്രഹിച്ച സ്തോത്രം കർത്താവെ അവിടെ ജീവിതത്തിൽ കൂടെ ഞങ്ങൾക്ക് സഹോദരങ്ങളായി ഒത്തൊരുമിച്ച് കർത്താവെ ഈ ദേശത്തായിരിക്കുവാൻ ഈ ഭവനങ്ങളിലായിരിക്കുവാൻ തക്കവണ്ണം എന്ന കൃപയ്ക്കായ സ്തോത്രം കർത്താവെ ഇനി കർത്താമൂത്തമാരെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ആദ്യതറിയുന്ന കർത്താവെ ഞങ്ങളെ കൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം കൃപയ്ക്കായി സ്തുതിക്കുന്നു ഭാവി കർത്താവെ ഒരു മടക്ക യാത്രയ്ക്കായി ആയിരിക്കുന്നു കർത്താവെ അടുത്ത ആഴ്ചയുള്ള യാത്രയിൽ അങ്ങനെ പോകുമാറണം ഒരു തൊഴിലൊക്കെ കർത്താവിന്റെ കൃപയെ സാന്നിധ്യം കാരണം തിരിച്ചുവിളിച്ചവരെ കുറിച്ചിട്ടായിരിക്കണം ഇനി ദേവേ നവായിട്ടത് ദേവേശ സർക്കാർ അധികാരികൾ അങ്ങനെ കാരണം കർത്താവെ അവരുടെ മക്കൾ തക്ക സമയത്ത് കൊണ്ടുവരുന്ന കർത്താവെ ദേവേ കാലാലെ കല്യാണത്തെ അനുഗ്രഹിച്ച കർത്താവ് ഒരു നന്മയ്ക്കും കുറവില്ലാതെ സമൃദ്ധിയായി നിറഞ്ഞു കവിയുന്ന ഒരു ദേവേശപ്പ അനുഭവം ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദേവേശപ്പ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ പൂർവാദം കർത്താവെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച സഹകരിച്ച എല്ലാവരെയോട് പ്രാർത്ഥിക്കും കർത്താവിന്റെ പൂർവ്വം നൽകിയ ദേശം തന്നെ സ്വർഗസ്ഥനായ കർത്താവെ എല്ലാവരും സ്വീകരിക്കണമേ എല്ലാവരും ഈശ്വരന്റെ പുനഃപ്രതിയാണ് ഞാനൊഴുകും തിരയിൽ തലോടി തീരം ഏതോ അനുരാഗാർദ്ര തീരം അറിയാതെ പുളകം പകരാൻ എന്തിനോ തമ്മിലേ സംഗമം കാലമേ
എൻ്റെ പെണ്ണാണേ അവൾ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ അകലെ പോകുമ്പോൾ അവളെ കാണുമ്പോൾ ചെവിയിൽ ചൊല്ലേണം ഞാൻ ചേരും ചാരേ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ പണ്ടേ ഉള്ളിനുള്ളിൽ വന്നോള് കാണാതെ ഞാൻ കണ്ട പെണ്ണാള് മിന്ന മിന്നിക്കൂട്ടം പോലെന്നിൽ ഓരോരോ സ്വപ്നങ്ങൾ പെയ്തോള് പലതാമിടങ്ങളിൽ പലതാം മുഖങ്ങളിൽ അവളെ തിരഞ്ഞു പോയോരോ നാളിൽ വൈകാതൻ കുയിലാളിൻ അരികത്തായി ചെന്നെത്തും ഞാൻ കണ്ണോ നിലക്കായൽ കണിക്കൊന്ന പൂച്ചേലാണെൻ്റെ പെണ്ണാണേ അവൾ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ എണ്ണാതേറെ കാര്യം നെഞ്ചാകെ കാണുമ്പോൾ മിണ്ടാനായി കാത്തു ഞാൻ എങ്ങാണോലെന്നരി നിൻകൂട് നീ പാടും പാട്ടിൻ്റെ പേരെന്ത് പ്രണയത്തുല മഴ തനിയെ നനഞ്ഞിത വരവായി പെണ്ണെ നിന്നെ കൊണ്ടേ പോരാ ഒന്നെന്നെ കാണാതെ മഴവില്ലേ മായല്ലേ നീ കണ്ണോ നിലക്കായൽ കണിക്കൊന്ന പൂച്ചേലാണെൻ്റെ പെണ്ണാണേ അവൾ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ பாதையில தாவி ஓடுறான் அத்த பெத்த பூங்குயில தேடி வாடுறான் சந்தன மாலை அள்ளுது மாலை வாசம் ஏறுது என் கிளி மேல சங்கிலி போல சேர தோணுது சக்கர ஆல சொக்குது ஆல மாலை மாத்த மாம வரட்டுமா பூத்த சாமந்தினியே விழியில சேர்த்த பூங்கொத்து அடியே அடியே பூங்கொடியே கவல மறக்கும் தாய்மடியே அழகே அழகே பெண் அழகே கரையில் நடக்கும் தேரழகே நிழலாட்டம் பின்னால நான் ஓடி வந்தேனே ஒரு வாட்டி என்ன
பலமுறை நீயும் பார்க்காம போன இரும்புக்கு மேல துருவென நெஞ்சில் வீசும் கண்மணி வாசம் காட்டு செண்பகமே சங்கதி பேசும் கண்கள் பூசும் காதல் சந்தனமே பறவை போல பறந்து போக கூட சேர்ந்து நீயும் வருவியா கண்மணியே கொஞ்சிடவே உருகி உருகி போனதடி என் உள்ளம் யானியே குருகி குருகி போனதடி என் எண்ணம் யானியே நீன்றி மூடுமே ஏவானோ நீதானே என் காதலே என்னாலும் உருகி உருகி போனதடி உள்ளம் யானியே குருகி குருகி போனதடி எண்ணம் யானியே யாரோ மூரலோ தேனோ பேசும் நேரமோ பாலோ பாதமோ ஆடை காலின் அணிகளோ கரைகளில் கரையும் வெண்ணுரை கதைத்திடும் மொழிகளா விழிகளின் வளைவில் வானவில் நிறங்களில் காதலா நீன்றி மூடுமே எவனோ நீதானே என் காதலே என்னாலும் உருகி உருகி போனதடி என் உள்ளம் யானியே குருகி குருகி போனதடி
ரோஜா நீயா என் உயிரே நீயா என் அஞ்சலி நீயா கீதாஞ்சலி நீயா என் ரோஜா நீயா என் உயிரே நீயா என் அஞ்சலி நீயா கீதாஞ்சலி நீயா கடலில் அலிபாயும் ஓர் மௌனராகம் நீதானே காற்று வெளியிட எல்லாம் நாம் இருவர் பறந்து செல்லத்தானே நான் நாயகன் நானால் என் நாயகி நீதானே நான் ராவணன் நானால் என் ஈழமே நீதானே ஊனாலும் ஊ சொல்லு ஊனாலும் ஊ சொல்லு ஓகே கண்மணியே என் ரோஜா நீயா என் உயிரே நீயா என் அஞ்சலி நீயா கீதாஞ்சலி நீயா என் ரோஜா நீயா என் உயிரே நீயா என் அஞ்சலி நீயா கீதாஞ்சலி நீயா எதிர்கால பல்லவியா இசை சேர்க்காத கவிதை வரியா குழல் யாசிக்கும் புயலா நிழல் நேசிக்கும் உயிரின் நிழலா காஷ்மீரில் பொன் பனியா ஐ விரலிலே அக்கினி கனியா கூர்த்திட்டிய விடியா என்னில் மோதும் வெண்ணில ஒளியா இந்த வான் மேகம் யார் என்று என் மோகம் மேல் என்று வேகம் சொல்வாயா கீதாஞ்சலி நீயா என் ரோஜா நீயா என் உயிரே நீயா என் அஞ்சலி நீயா கீதாஞ்சலி நீயா பாதையில தாவி ஓடுறான் அத்த பெத்த பூங்குயில தேடி வாடுறான் சந்தன மாலை அள்ளுது மாலை வாசம் ஏறுது என் கிளி மேல சங்கிலி போல சேர தோணுது சக்கரால சொக்குது ஆல மாலை மாத்த மாம வரட்டுமா பூத்த சாமந்தினியே விழியில சேர்த்த பூங்கொத்து
பலமுறை நீயும் பார்க்காம போன இரும்புக்கு மேல துருவென நெஞ்சில வீசும் கண்மணி வாசம் காட்டு செண்பகமே சங்கதி பேசும் கண்கள் பூசும் காதல் சந்தனமே பறவை போல பறந்து போக கூட சேர்ந்து நீயும் வருவியா கண்மணியே கொஞ்சிடவே എൻ കാതിൽ കൊഞ്ചുന്ന തേന്മഴ